ഹലോ അമീഗോസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ത്രില്ലിംഗ് റൈഡ് എക്സ്പീരിയൻസ് തരുന്ന ഒരു റോഡ് സർക്യൂട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പരിചയപ്പെടുത്താനല്ല, ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു റൂട്ട് ആൾറെഡി നമ്മൾ കേട്ട് മടുത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു റൂട്ട് തന്നെയാണ്, നമ്മുടെ മസിനഗുഡി വഴി ഊട്ടി. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു റൂട്ടിലുള്ള ട്രാവൽ ഡെസ്റ്റിനേഷനെ കുറിച്ചോ അല്ലെങ്കിൽ നല്ല അടിപൊളി വൈബ് തരുന്ന ടൂറിസ്റ്റ് പ്ലേസസിനെ കുറിച്ചോ ഒന്നല്ല, പകരം ഈ ഒരു റൂട്ടിലെ മോട്ടോർ സൈക്കിൾ റൈഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. അതായത് പ്യുവർലി ഒരു മോട്ടോർ സൈക്കിൾ റൈഡിങ് പെർസ്പെക്റ്റീവിലുള്ള വീഡിയോ ആണിത്. സോ ദിസ് വീഡിയോ ഈസ് നോട്ട് അബൌട്ട് ട്രാവൽ ഓർ destinations. This video is about ride, road, landscape and the joy of being on a motorcycle. So let's gear up and hit the road. It's me, Franco. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Just let me fall to my groove. Just let me fall to my groove. Just let me fall to my grave. Heart fails under pressure. Wonder if these bad days will last forever. So pessimistic from the past. All the good things end up in caskets. I'm never feeling okay. നാടുകാണി ചുരം നമ്മുടെ മലപ്പുറംകാരുടെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണിത്. ഈ ഒരു ചുരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള നമ്മുടെ എക്സൈസ് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴുള്ള ഫസ്റ്റ് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ നിന്നാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ MT-15 റൈഡ് ചെയ്യുന്നൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്. ഞാൻ റൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം FZ-3 തന്നെയാണ്. ഇപ്പോൾ വളരെ ഏർലി മോർണിംഗ് ആണ്. സൺറൈസിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ മലകളൊക്കെ ഉള്ളതുകൊണ്ട് സൂര്യൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ആ ഒരു സൺറൈസ് ഒന്നും ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ഏർലി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്ത് സൺസെറ്റോട് കൂടിയിട്ട് എൻഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ആ ഒരു സ്വീറ്റ് സ്പോട്ട്. മോട്ടോർസൈക്കിൾ റൈഡിംഗ്, ദ ഫ്രീഡം ഓഫ് എ സോറിംഗ് മൈൻഡ്. It is the best way to clear your mind and cleanse your soul. നമുക്ക് പലപ്പോഴും ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതായത് വളരെ സ്ട്രെസ്സായിട്ട് ഇമോഷണലൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ റൈഡ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം തന്നെ ഫ്രീ ആയി നമ്മളൊരു പീസ്ഫുൾ മൈൻഡിലേക്ക് എത്തും. ഈ ഒരു കാര്യം അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിനും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ മോട്ടോർ സൈക്കിൾ റൈഡിങ്ങിലൂടെ നമുക്ക് ഈ ഒരു സംഭവം വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരു ബിസി ലൈഫിൽ നിന്ന് ഒരു എസ്കേപ്പൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരു നല്ലൊരു റോഡ് സർക്യൂട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ആൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മസിനഗുഡി വഴി ഊട്ടി റൂട്ട് അറിയുന്നുണ്ടാവും. ഇതൊരു സർക്യൂട്ട് എന്ന് പറയാൻ കാരണം ഈ ഒരു റൂട്ട് ഗൂഡല്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവ്, മസിനഗുഡി വഴി കല്ലട്ടി ചുരം കയറിയിട്ട് നേരെ ഊട്ടിയിൽ നിന്ന് വീണ്ടും നടുവട്ടം വഴി ഗൂഡല്ലൂരിലേക്ക്. ഇതാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ റൈഡ് സർക്യൂട്ട് വരുന്നത്. നമ്മളിപ്പോൾ മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു നാടുകാണി ചുരം കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു റൂട്ട് ശരിക്കും നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടുന്ന റൂട്ടാണ്. പല ടൈപ്പ് റോഡ്സും പല ടൈപ്പ് ടെറൈൻസൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഫോറസ്റ്റ് റൂട്ടുകളൊക്കെ തന്നെയാണ്. അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചെറിയ ചുരവും നമുക്ക് ഈസിലി കയറി പോകാവുന്ന ടൈപ്പ് ചുരങ്ങളും നല്ല കേവുള്ള റോഡുകളും സംഭവങ്ങളൊക്കെ ഈ ഒരു റൂട്ടിലുണ്ട്. നല്ല തേയിലത്തോട്ടങ്ങളും അതുപോലെ യൂക്കാലിപ്സ് ഫോറസ്റ്റുകളും മുതുമലൈ ടൈഗർ റിസർവ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു അടിപൊളി റൂട്ട് തന്നെയാണിത്. ഈ ഒരു റൂട്ടിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകാണി ചുരത്തിലാണ്.
ഈ ഒരു ചുരവും അത്യാവശ്യം നല്ല അടിപൊളി റോഡാണ്, നല്ല കേർവ്സ് ഒക്കെ ഉള്ള റോഡാണ്. പിന്നെ ഈ കോർണേഴ്സൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റൈഡ് എക്സ്പീരിയൻസും പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ കോർണർ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. പല കോർണേഴ്സും കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള 1-2 കോർണേഴ്സ് ഈ ഒരു ചുരത്തിൻ്റെ ഇടയിലുണ്ട്. പലതവണ ആക്സിഡൻസും ഇവിടെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. റൈഡേഴ്സിന് കോർണറിങ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. സ്പീഡിൽ പോകുന്നതിനെക്കാട്ടി കൂടുതൽ പ്രോപ്പറായിട്ട് കോർണർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് വേറെ തന്നെയാണ്. ഈ ഒരു നാടുകാണി ചുരത്തിൽ ആ ഒരു നല്ല നല്ല കേർവ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മലബാറുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 ചുരങ്ങളൊന്നും വയനാട് ചുരം, പിന്നെ ഈ ഒരു നാടുകാണി ചുരമാണ്. പക്ഷേ വയനാട് ചുരം പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ ആ ഒരു നേച്ചർ ഫീല് ഈ ഒരു നാടുകാണി ചുരത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പല ടൈപ്പ് മരങ്ങളും പല ടൈപ്പ് ടെറൈൻസ്, പല ടൈപ്പ് ലാൻഡ്സ്കേപ്പ് പോലെ ഫീൽ ചെയ്യും ഈ ഒരു ചുരം നമ്മൾ കയറുമ്പോൾ. കാരണം കുറച്ച് ഭാഗങ്ങൾ മുളങ്കാടുകളാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാ നമ്മുടെ നോർമൽ തിക്ക് മരങ്ങളുള്ള കാട് വരും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പാറക്കെട്ടുകളൊക്കെ റോഡിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള വളരെ തിക്കായിട്ട് മരങ്ങളുള്ള ഭാഗങ്ങൾ വരും. അങ്ങനെ പല ടൈപ്പ് മരങ്ങളുള്ള ഒരു ചുരമാണിത്. അതുപോലെ തന്നെ ഈ ഒരു ചുരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആനകൾ ഇറങ്ങാറുണ്ട്. പക്ഷെ ഞാനിതുവരെ ഈ ഒരു റൂട്ടിൽ പോയ ടൈമിലൊന്നും ആനകളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പല ഭാഗത്തും ആ ഒരു എലഫന്റ് ക്രോസിങ്ങിൻ്റെ ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. Me loving, I need your loving, 'cause I'm drowning in something and I can't come out. Just show me loving, I need loving, me myself ain't enough. It's like being a dog to a crushing heart. I want you to know how bad it hurts. You got me beside along my heart. Of me now, the way I do. Oh, 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 are you dreaming of
അങ്ങനെ ആ സൂര്യന് ഏകദേശം മലൻ്റെ ആ ഒരു കവറിങ്ങിൽ നിന്ന് പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സൺറൈസ് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഭംഗി നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സൺറൈസ് ഇങ്ങനെ ഒരു ഹിറ്റ് ചെയ്യണ ആ ഒരു സീനൊക്കെ അത് വേറെ തന്നെ ഫീലാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് നമ്മളൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഏർലി മോർണിംഗ് ആണ്. അതുപോലെ ഇരുട്ടാവുന്നതിന് മുമ്പ് നിർത്തുന്നതുമാണ് ബെറ്റർ. കാരണം രാത്രി റൈഡ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക്കാണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു സൺറൈസൊക്കെ കിട്ടിയിട്ട് നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടിട്ട് റൈഡ് പതുക്കാൻ നിർത്തുന്ന രീതിയിലുള്ള റൈഡ്സാണ് നമ്മുടെ ഇതുപോലുള്ള റോഡ് എക്സ്പ്ലോറിങ് റൈഡ്സിനൊക്കെ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ സൺറൈസൊക്കെ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തുകയാണ്. നമ്മളിപ്പം ഏകദേശം ഈ ഒരു നാടുകാണി ചുരം കയറി നാടുകാണിയിൽ എത്താനായിട്ടുണ്ട്. അങ്ങനത്തെ ആ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൊറപ്ലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, അതായത് നമ്മുടെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ ഒരു വലിയ കവാടമൊക്കെ ഉള്ള ഭാഗത്താണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു. ഇനി ഫുള്ള് ഫോറസ്റ്റ് റൂട്ടാണ്. നാടുകാണിയിൽ നിന്ന് ഗൂഡല്ലൂർ വരെയുള്ള പോർഷൻസ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ആ ഒരു റീജിയനിലും ഒരുപാട് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഉള്ള റോഡുകളൊക്കെയാണ്. അത്യാവശ്യം നല്ല വ്യൂ, നല്ല ഒരു ഫീലൊക്കെ കിട്ടുന്ന റൂട്ട് തന്നെയാണിത്. പിന്നെ ഗൂഡല്ലൂരിന് നമ്മൾ ഈ ഒരു മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഈ ഒരു ഭാഗത്തെത്തുന്ന വരെ കുറേയൊക്കെ ടൗൺ ഏരിയയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. മുതുമലൈ ടൈഗർ റിസർവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റൂട്ടിൽ വന്നാലും നമ്മളെ നിരാശപ്പെടലില്ല. കാരണം ഏതെങ്കിലും ഒരു അനിമൽസിന് നമ്മൾ എന്തായാലും ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ കാണും. എസ്പെഷ്യലി പുള്ളിമാനൊക്കെ എന്തായാലും ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ കാണും. കാരണം അത്രക്കും ആനിമൽസ് സൈറ്റ്സ് കിട്ടുന്ന ഒരു ഫോറസ്റ്റാണ് ഈ ഒരു മുതുമലൈ ടൈഗർ റിസർവ്. ഞാൻ എപ്പോഴൊക്കെ ഈ ഒരു റൂട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ മാനുകളെ കണ്ടിട്ടുണ്ട്. അതുപോലെ മയില്, കാട്ടി, കരടികൾ, എലഫൻറ്റ്. നല്ല ഭാഗ്യമുള്ളവർക്ക് ടൈഗറിനൊക്കെ കാണാൻ പറ്റാറുണ്ട്. പക്ഷേ ഞാനിതുവരെ ഈ റൂട്ടിൽ പോയപ്പോൾ ടൈഗറിനൊന്നും കണ്ടിട്ടില്ല. ബാക്കി എലഫൻസിനെയും കരടീനെയും അതേപോലെ പുള്ളിമാനും പിന്നെ എല്ലായ്പ്പോഴും ഈ റൂട്ടിൽ പോകുമ്പോൾ കാണാറുണ്ട്. ഈ ഒരു ടൈഗർ റിസർവിലേക്ക് എൻ്റർ ചെയ്ത മുതൽ ഏകദേശം തെപ്പക്കാട് വരെ ഒരു നോർമൽ ടൈപ്പ് ഫോറസ്റ്റാണ്. നമ്മുടെ ഈ ടീ പ്ലാന്റേഷൻസിൻ്റെ ഒക്കെ പോലെ നല്ല ഓർഡറിൽ പ്ലാന്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് മരങ്ങളൊക്കെ ഉള്ള, ഏകദേശം സിമിലർ ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ള ടൈപ്പ് ഒരു ഫോറസ്റ്റാണ്. ഇതിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് ഏരിയ കുറേ ഭാഗം അങ്ങനെ തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ ആ ഒരു പല ടൈപ്പ് മരങ്ങളുള്ള ഫോറസ്റ്റ് പോലത്തെ ആ ഒരു രീതിയിലേക്ക് മാറും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗത്ത് നമ്മുടെ നേരത്തെ നാടുകാണിയിൽ കണ്ട മാതിരിയുള്ള മുളങ്കാടുകളൊക്കെ ഉണ്ട്. ഈ ഒരു സ്ട്രെച്ച്, ഈ ഒരു ഗൂഡല്ലൂർ മുതൽ ഈ ഒരു തെപ്പക്കാട് വരെയുള്ള ഏരിയ നാഷണൽ ഹൈവേ 181 ഇവിടെ ഊട്ടി മൈസൂർ ഹൈവേയുടെ ഒരു ഭാഗമാണ്. ഈ ഒരു ഗൂഡല്ലൂർ ഭാഗത്തേക്ക് തന്നെ നമ്മൾ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ വീണ്ടും ഈ ഒരു NH തന്നെ നമ്മൾ കയറുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു പുള്ളിമാനെ കണ്ടിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കുറച്ചേ ഉള്ളൂ, 1, 2, 3 ഈ സൈഡിലുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും 1, 2 എണ്ണത്തിനെ കാണുന്നുണ്ട്. അത് ക്യാമറയിൽ പിടിഞ്ഞിട്ടില്ല. What did happen to the last 10? I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be
ഈ ഏരിയയിലായിട്ട് എന്തോ റിസോർട്ടോ അങ്ങനെ പന്തിയോ എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. താഴെ എന്തൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിൻ്റെ ഒക്കെ കംപ്ലീറ്റ് വീഡിയോ കാണേണ്ടവർക്ക് എൻ്റെ സെക്കൻഡറി ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി. റാങ്കോറോ എന്ന് മാത്രമുള്ളൊരു ചാനലുണ്ട്. ഒരു റോഡ് എക്സ്പ്ലോറിങ് തീമിലുള്ള ചാനലാണ്. അതിൽ വ്ളോഗ്സും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് ഈ റോഡ്സ് റൂട്ടുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 360 വീഡിയോസൊക്കെ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ പറ്റും. നമ്മുടെ VR-ലൊക്കെ കാണുന്ന പോലെ അതും ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. ചെക്കൗട്ട് ചെയ്താൽ മതി. The other 11 give something from nothing. Life lessons come 1 in a dozen. The other 11 give something from nothing. Life changes, just open the door. One thing's certain, I'll always be yours. Is this where the air began? I can't believe it's true. I'm just as surprised as you. Is this where the air began? ഒരു സോളോ റൈഡർ പോകുന്നുണ്ട്. ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നത്. റീൽസ് കണ്ടിട്ട് KTM-ൻ്റെ അഡ്വഞ്ചറാണ് തോന്നുന്നുണ്ട്. അഡ്വഞ്ചർ 390 ആവാനാണ് ചാൻസ്. ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് പൊതുവെ റൈഡേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ്. ഇത് വേറെ തന്നെ ഫീലാണ്. ഈ ഒരു ഫോറസ്റ്റിൻ്റെ സ്മെല്ല് നമ്മുടെ നോർമൽ വീടുകളും കാര്യങ്ങളും ടൗൺ ഏരിയാസൊന്നും ഇല്ലാതെ ഫുള്ള് നേച്ചർ, മരങ്ങൾ മാത്രമുള്ള ഒരു ഏരിയ കൂടെ റൈഡ് ചെയ്ത് പോകുന്ന ആ ഒരു ഫീല്, ആ ഒരു ഫോറസ്റ്റിൻ്റെ സ്മെല്ലും അത് വേറെ തന്നെ ഒരു ഫീലാണ്. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun. ഇതാ ഇവിടെ കുറച്ചധികം മാനുകൾ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിമാൻ അതും നമ്മുടെ റോഡിനോട് വളരെ ചേർന്നായിട്ടാണ് അവർ നടക്കുന്നത്. ഒരുപാടെണ്ണുണ്ട് ഇവിടെ. ഇതുപോലെ പല ടൈമിൽ പോകുമ്പോഴും പല ഭാഗത്തും നമുക്ക് ഈ ഒരു പുള്ളിമാനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു അൺയൂഷ്വൽ കാഴ്ച ഇല്ലാത്തതുകൊണ്ട് നിർത്തുന്നത് ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മൾ പാസ് ചെയ്ത് പോവാണ്. ഫോറസ്റ്റ് റൂട്ടിൽ എപ്പോഴും റൈഡ് ചെയ്യുമ്പോൾ നിർത്താൻ പാടില്ല എന്നുള്ളൊരു റൂൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒന്നും നിർത്തുന്നില്ല. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. അങ്ങനെ നമ്മൾ ഏകദേശം തെപ്പക്കാട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് തിരിഞ്ഞു പോകണം. ഇവിടെ ഒരു ആനപ്പന്തിയൊക്കെ ഉണ്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട്. ഈ ഒരു ഏരിയയിൽ പല ഭാഗത്തും നമുക്ക് എലഫൻസിനെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും. ഒരുപാട് ടൂറിസ്റ്റുകളും വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ഫോറസ്റ്റ് സഫാരികളുണ്ട്. അധികം ഇവിടെ വന്ന് ബുക്ക് ചെയ്തിട്ട് പോകുന്ന രീതിയിലാണ് ഉള്ളത്. ഓൺലൈൻ ബുക്കിങ്ങും ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് റൂം സ്റ്റേകളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ നൈറ്റ് സ്റ്റേ ഒക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്കും അതേപോലെ ഫോറസ്റ്റ് സഫാരിയൊക്കെ എൻജോയ് ചെയ്യേണ്ടവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അതിനുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞോടുകൂടി നമ്മുടെ റോഡിൻ്റെ വീതിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മസിനഗുഡി റൂട്ടിലേക്ക് തിരിഞ്ഞ ഉടനെ തന്നെ രണ്ട് സൈഡിലും നമ്മുടെ റെഡ് ഫ്ലവേഴ്സുള്ള ട്രീസാണ്. നമ്മുടെ ഗുൽമോഹർ ട്രീസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ഭാഗത്തും ആ ഒരു ട്രീസ് നല്ല ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് ഈ റൂട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു വേറെ ഫീലാണ്. ആ ഒരു വൈബ് കിട്ടിയോണ്ട് തന്നെ 2 മിനിറ്റ് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് ഈ ഒരു ഗുൽമോഹർ ട്രീസിൻ്റെ താഴെയായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചധികം ബിസി ഏരിയ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം ഇവിടെ നിന്നിട്ടില്ല. ഉടനെ തന്നെ നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഈ തെപ്പക്കാട് മുതൽ ഈ ഒരു തലൈക്കുണ്ട വരെയുള്ള ഈ ഒരു 29 കിലോമീറ്റർ, ഇത്രയും ഭാഗം തമിഴ്നാട് മേജർ ഡിസ്ട്രിക്ട് ഹൈവേ 700 ആണ്. ഏകദേശം 29.2 കിലോമീറ്റർ വരുന്നുണ്ട് ഈ ഒരു റോഡ്. തെപ്പക്കാട്, മസിനഗുഡി, കല്ലട്ടി വഴി തലൈക്കുണ്ട മേജർ ഡിസ്ട്രിക്ട് ഹൈവേ 700. I lose my mind and some days it's hard to find the reason why you stay by my side. You and I break our hearts open enough just to see if we'll put them back. No matter what they try, I'll stay by your side. It's you and I. It's you and I. We go back and forth every time, waiting for one of us to cross the line. You got me and I got you, and we got a lot to prove. ഈ ഒരു റൂട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു മരങ്ങളും ഒക്കെ മാറി, അടുത്തടുത്ത് മരങ്ങളുള്ള നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് മരങ്ങളുള്ള ടൈപ്പ് ഒരു വിശാലമായൊരു ഫോറസ്റ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീലാണ് ഈ റൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കിട്ടുക. പല ഭാഗത്തും ഈ ഒരു നിലത്തൊക്കെ ചെറിയ പുല്ലുകളൊക്കെ വളർന്നിട്ട് ആ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ കുറേ ഉണങ്ങിയ മരങ്ങളുണ്ട്, പല ടൈപ്പ് മരങ്ങളാണുള്ളത്. നേരത്തെ നമ്മൾ ഫോറസ്റ്റിൽ പൊതുവെ സിമിലർ ആയിട്ടുള്ള മരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ പല ടൈപ്പ് മരങ്ങളും നല്ല വിശാലമായ ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ളൊരു ഫോറസ്റ്റാണ്. പിന്നെ ഓരോ സീസണിലും ഈ ഒരു റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓരോ ഫീലായിരിക്കും. മഴക്കാലം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ അത്യാവശ്യം നല്ല പച്ച ചെറിയ പുല്ലുകളൊക്കെ ഉള്ള ടൈപ്പ്. ഈ ഒരു മരങ്ങളില്ലാത്ത ഏരിയയിലൊക്കെ ആ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പച്ചപ്പ് ഫീൽ ചെയ്യും. നമ്മൾ വേനൽക്കാലത്താണ് വരുന്നത് വെച്ചെങ്കിൽ ഫുള്ള് ഒരു ഉണങ്ങിയ ഫോറസ്റ്റിൻ്റെ ഫീലായിരിക്കും. അതുപോലെ തണുപ്പ് കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ആ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഫീലായിരിക്കും. ഇതിപ്പോൾ ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റിലാണ് ഞങ്ങൾ ഈ ഒരു ഫോറസ്റ്റിൽ കയറിയത്. Felt like I've been waiting my whole life. Is this home? I can hear each sound calling my name, and I feel angels around when I start to sing, and suddenly it feels ഇവിടെ 2 ആൾക്കാർ കുടുങ്ങിയതാണ് തോന്നുന്നത്. സംഭവം ഇവരുടെ പെട്രോൾ കഴിഞ്ഞ കേട്ടോ, RX100 ആണ്. അപ്പോൾ ഇവരെ കൂടെ കുറച്ച് പേരുണ്ട്, അവർ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്. ഈ ഫോറസ്റ്റ് റൂട്ടിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, പലയിടത്തും റേഞ്ച് ഉണ്ടാവില്ല. എൻ്റെ ഫോണിൽ ജിയോയിൽ ജസ്റ്റ് ഒരു കട്ട കണ്ടപ്പോൾ ജസ്റ്റ് കോൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ്. സംഭവം ഇതുപോലുള്ള റൂട്ടൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ പെട്രോളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യണം. വണ്ടീൻ്റെ കണ്ടീഷനൊക്കെ പ്രോപ്പറാണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഫോറസ്റ്റ് റൂട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ട് കഴിഞ്ഞാൽ സീനാണ്. പകലായതുകൊണ്ട് അത്യാവശ്യം വണ്ടികളുണ്ടാവും. ഈവനിങ് ടൈമിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ രാത്രിയായാൽ പിന്നെ വൻ സീനാവും. ആനിമൽസൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള റൂട്ടുകളൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മേ ബി ഇവർ ചിലപ്പം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പെട്രോൾ കഴിഞ്ഞതാവും. നമ്മൾ മനുഷ്യന്മാരെ കാര്യമില്ല, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും വിളിച്ചു നോക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, കിട്ടിയില്ല, ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ FI വണ്ടികളായതുകൊണ്ട് പെട്രോൾ ഊറ്റുക എന്ന് പറഞ്ഞത് ഒരു ചടങ്ങ് പരിപാടി ആയതുകൊണ്ട്
അതിന് നമ്മൾ മെനക്കെട്ടില്ല. എന്തായാലും റേഞ്ച് കിട്ടുന്ന ഒരു ഏരിയയിൽ എത്തിയിട്ട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്തായാലും നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്തു. Can you hear something? ഈ ഒരു റൂട്ടിലും ചറപറ ഹമ്പുകളുണ്ട്. ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കയറി കഴിഞ്ഞാലുള്ളൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ഈ ഒരു ഹമ്പുകളാണ്. പക്ഷേ അത് ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹമ്പുകളൊക്കെ ഉള്ളത്. I can hear it, I can hear it, oh, I can't stop the rush, every note I touch, I can feel it saving me. മസിനഗുഡി വഴി ഊട്ടി ഒരു കാലത്ത് ട്രെൻഡിങ് ആയതാണ്. ഇതുപോലെയുള്ള ട്രെൻഡിങ് ആവുന്ന ടൈമിൽ അധികവും ഇതുപോലെയുള്ള റൂട്ടുകൾ എടുക്കാതിരിക്കുക. കാരണം ട്രാഫിക് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് കൾച്ചർ അറിയാലോ, ഈ ഒരു റോഡ് ഫൈറ്റിൻ്റെ ഇടയിൽ കടന്ന് നമ്മുടെ ആ ഒരു ഫീലൊക്കെ നഷ്ടപ്പെടും. നമ്മളും കുറച്ചൊരു ബാഡ് മൂഡിലേക്ക് മാറും. അപ്പോൾ ഇതുപോലെയുള്ള ബിസി ആയിട്ടുള്ള ട്രാഫിക്കൊക്കെ ഉള്ള ടൈമിൽ അധികം ഈ ഒരു റൂട്ട് പിടിക്കാതിരിക്കുക. മെയിനായിട്ട് സീസൺ അല്ലാത്ത ടൈമിലോ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലൊക്കെ ഇതുപോലെയുള്ള റൈഡുകൾ ചൂസ് ചെയ്യാം. കാരണം നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് സ്ട്രെസ്ഡായിട്ട് മടങ്ങേണ്ട അവസ്ഥ വരും. The night's young and it's just begun as she puts her hand in mine. അങ്ങനെ അതാ ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസിനഗുഡി വില്ലേജിലേക്ക് എൻ്റർ ചെയ്തു. നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. The sky just two hearts running wild, never sleep, never stop. As we shout from the top, we're gonna. അങ്ങനെ അതാ നമ്മൾ മസിനഗുഡി ടൗണിലെത്തി. ചെറിയൊരു അങ്ങാടിയാണിത്, ചെറിയൊരു വില്ലേജാണ് ഈ ഒരു മസിനഗുഡി എന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ ചിലപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ടാവും. ഈ ഒരു റൂട്ടിൽ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അത് നമ്മൾ പിന്നീട് ഇതുവഴി വരുമ്പം എന്തായാലും എക്സ്പ്ലോർ ചെയ്യും. ഇപ്പം നമ്മൾ ജസ്റ്റ് മോട്ടോർ സൈക്കിൾ റൈഡിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസസിൽ ഒന്നും പോകാത്തതും അധികം സൈറ്റ് സീയിങ്ങിനൊന്നും നിൽക്കാത്തത്. നമ്മൾ ജസ്റ്റ് നല്ല നല്ല സ്പോട്ട് കാണുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നിർത്തിയിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്യും മാത്രമേ ഉള്ളൂ. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild, never sleep, never stop, as we shout from the top, we're gonna be, we're gonna be, two hearts running wild. അങ്ങനെ ഒരു ബെറ്റർ ഡെവലപ്ഡ് വില്ലേജൊന്നും അല്ലാത്തതുകൊണ്ട് ഫാമേഴ്സിനെയും അതുപോലെ തന്നെ ഈ കാറ്റിൽ ഫാമിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ റോഡിലുള്ളതൊക്കെ ഏതൊരു ഫാമറിൻ്റെ കാറ്റിൽസാണ്. പശുവും പോത്തൊക്കെ ഉണ്ട്. ഇതുപോലുള്ള ചെറിയ വില്ലേജ് സൈഡിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഇപ്പോഴും കാളവണ്ടി, കുതിരവണ്ടി ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ അതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ്. Sleep, never stop. As we shout from the top, we're gonna be two hearts running wild. We're gonna be. ഞങ്ങൾ മസിനഗുഡി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫോറസ്റ്റ് ഏരിയയിൽ തന്നെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോറസ്റ്റ് ആംബുലൻസ് ഉണ്ടെങ്കിലും നമ്മൾ വീണ്ടും ചെക്ക് പോസ്റ്റിലേക്കൊന്നും കയറിയിട്ടില്ല. ഈ ഒരു ഏരിയ ഒക്കെ ഫോറസ്റ്റ് ഏരിയ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ഏരിയയിലെ മരങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. കുറച്ച് ഹൈറ്റ് കുറവുള്ള മരങ്ങളാണ്. കുറച്ചും കൂടെ ക്ലോസറായിട്ട് നിൽക്കുന്നുണ്ട് മരങ്ങളെല്ലാം തന്നെ. Wanna dance to the light, pull stars from the sky, just two hearts running wild, never sleep, never stop, as we shout from the top, we're gonna be, we're gonna be, two hearts running wild.
ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ അങ്ങനെ പല ഭാഗത്തും ഈ ഒരു മരങ്ങളും നമ്മുടെ ലാൻഡ്സ്കേപ്പ് ചെറുതായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. പൊതുവെ ഫ്ലാറ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ മരങ്ങളും ആ ഒരു മെഡോസ്, ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ചേഞ്ചസ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ നീൽഗിരി ഹിൽസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഹില്ലിൻ്റെ മറു സൈഡിൽ കൂടെയാണ് നമ്മളിനി ഊട്ടി പോയിട്ട് കറങ്ങി തിരിച്ചിറങ്ങുമ്പോൾ ഈ ഒരു കുന്നിൻ്റെ അപ്പുറത്ത് കൂടെ ആയിരിക്കും മിക്കവാറും നമ്മൾ റൈഡ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും പ്രോപ്പർ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. വളരെ ഹൈറ്റ് കുറഞ്ഞ മരങ്ങളാണ്. അതുപോലെ തന്നെ മരങ്ങൾ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ചെറിയ പുല്ലുകളൊക്കെ ഉള്ള ഏരിയയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസൊക്കെ ഒന്നും കൂടെ ചേഞ്ച് ആയി. ശരിക്കും ഈ ഒരു ഏരിയയിലൊക്കെ ഒരു മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ടെറൈന് പല ഭാഗത്തും താന്നും പൊട്ടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് മൃഗങ്ങൾക്ക് കുറച്ചും കൂടെ ഹൈഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ പോയ ടൈമിലൊന്നും അങ്ങനെ അധികം മൃഗങ്ങളൊന്നും സ്പോട്ട് ചെയ്തിട്ടില്ല. ഒരു മൃഗത്തിനും സ്പോട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പൊതുവെ കരടികളും ആനകളൊക്കെ ഈ ഒരു ഏരിയയിൽ കാര്യമായിട്ട് കാണുന്നുണ്ട്. കടുവയും ഒക്കെ ഈ ഒരു ഏരിയയിൽ ഉണ്ടാവാറുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു ആനിമലിൽ എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. ചാടപ്പറ്റി എന്നായിരിക്കും അല്ലേ. തമിഴ് പ്രൊനൗൺസിയേഷൻ അത്ര വശമില്ലാത്തതുകൊണ്ട് ഈ ഇംഗ്ലീഷിൽ എഴുതിയ സ്ഥലപ്പേരുകൾ പലതും വായിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പൊതുവെ ഈ ലാംഗ്വേജ് മാറുമ്പോൾ ആ ഒരു പ്രൊനൗൺസിയേഷനിൽ ഡിഫറൻസ് ഉണ്ടാവും. എന്തായാലും കൊള്ളാം. ചിരിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ വില്ലേജ് പോകണമെങ്കിൽ അങ്ങോട്ടേക്കുള്ള വഴിയാണ് വാഴത്തോട്ടം. റൈറ്റിലേക്ക് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഊട്ടി. അപ്പോൾ ഒടുക്കത്തെ വെയിലാണ്. നല്ല സൺലൈറ്റ് ഡയറക്റ്റ് കണ്ണിലേക്ക് അടിച്ചിട്ട് നല്ല പെട്ടെന്ന് ടയർഡാവുന്നുണ്ട്. അപ്പം ജസ്റ്റ് കൂളിംഗ് ഗ്ലാസ് വെക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇത് കുറച്ച് മുന്നേ എടുത്ത് വെക്കേണ്ടതായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് കൂളിംഗ് ഗ്ലാസിൻ്റെ ഓർമ്മ വന്നത്. പിന്നെ നിർത്താൻ മടിയായ കാരണം അങ്ങനെ എടുത്ത് പോകുന്നതാണ്. പക്ഷെ ഇപ്പം കുറച്ചധികം ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെക്കില്ലാതെ നിർത്തിയില്ല. ക്ലിയർ വൈസർ ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത സൺലൈറ്റാണ്. ഇപ്പോഴത്തെ ചൂട് അറിയാലോ. ഈ വാഴത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എന്തായാലും പിന്നീട് ഒക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഡിഫറെൻറ്റ് റൂട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വഴി.
അങ്ങനെ ഇപ്പോൾ വീണ്ടും ഫോറസ്റ്റിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടുണ്ട്. മരങ്ങളും കുറ്റിച്ചെടികളൊക്കെ രൂപം പലതും മാറിയിട്ടുണ്ട്, പല ഡിഫറെൻറ്റ് ചെടികളൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത തന്നെയാണ് നമ്മൾ പോകെ പല ടൈപ്പ് ഫോറസ്റ്റിലൂടെ റൈഡ് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ കണ്ടില്ല, ഒരു പ്രത്യേക വേറെ ഫീലായി മാറിയിരുന്നു. ഇവിടെയും വളരെ ഹൈറ്റ് കുറഞ്ഞ മരങ്ങളായിട്ടുള്ളത്. ഇവിടെയും ആനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. കാരണം അങ്ങനെ ഉൾഭാഗത്തേക്കൊന്നും നമുക്ക് വിഷൻ കിട്ടുന്നില്ല. ഇത് അടുത്തടുത്ത് ആനിമൽസിനെ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്തായാലും ഇതുവരെ ഈ ഒരു റൂട്ടിൽ ഒരു ആനിമലിനെ കണ്ടിട്ടില്ല. നമ്മൾ തെപ്പക്കാടിൽ നിന്ന് ഈ ഒരു ഫോറസ്റ്റിൽ കയറിയതിനു ശേഷം. മുന്നിലുള്ള വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു, കുറേ കാര്യത്തൊക്കെ നോക്കി. ജസ്റ്റ് അവിടെ ഉള്ളിലായിട്ടൊരു ആനനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് കണ്ടു. നമ്മുടെ കൂടെയുള്ള റൈഡറിന് പോലും ആ ഒരു എലഫൻറ്റിനെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് കുറച്ച് ഉള്ളിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലേക്കുള്ള വിഷൻസ് അത്ര പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടില്ല. ആ രീതിയിലാണ് മരങ്ങളും ടെറൈനൊക്കെ നിൽക്കുന്നത്. എന്തായാലും വെറുതെ നിർത്തിയിട്ട് ആനക്കൊരു പണിയാക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ നിർത്തിയിട്ടില്ല. അവിടെ ടവേര വണ്ടി അവിടെ നിർത്തി അവർ നോക്കുന്നുണ്ട്. എന്തായാലും ഫോറസ്റ്റിൽ വണ്ടികൾ നിർത്തരുത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പാസ് ചെയ്ത് പോവാണ്. അങ്ങനെ ഇതാണ് ഈ ഒരു റൂട്ടിലെ ഒരു ഐക്കോണിക് ബ്രിഡ്ജ്. പലരും ഈ ഒരു ഭാഗത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുക്കലുണ്ട്. നമ്മൾ മസിനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞ പല വീഡിയോസിലും തമിഴ്നയിലൊക്കെ ആയിട്ട് ഈ ഒരു ബ്രിഡ്ജാണ് ഉണ്ടാവാറ്. സിഗൂർ ബ്രിഡ്ജ് എന്നാണ് ഈ ഒരു പാലത്തിൻ്റെ പേരും തോന്നുന്നുണ്ട്. ചിലപ്പോൾ പ്രൊനൗൺസിയേഷനിൽ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ചുരം നമ്മൾ കയറി തുടങ്ങും. നമ്മുടെ കല്ലട്ടി ചുരം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ചുരം കംപ്ലീറ്റ് കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലെത്തും. ഈ ഒരു ചുരമൊക്കെ ഈ ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു ചുരം കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ചുരമാണ്. അത്യാവശ്യം ആക്സിഡൻസൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ആക്സിഡൻസൊക്കെ ഉണ്ടാവും. കാരണം ആ രീതിയിലാണ് ഈ ഒരു ചുരത്തിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. സ്റ്റാർട്ടിങ്ങിലൊന്നും വലിയ കുഴപ്പം നമുക്ക് ഫീൽ ചെയ്യില്ല, നോർമൽ ചുരം പോലെ തന്നെ. ഇവിടെ നിന്നൊക്കെ റൈറ്റ് സൈഡിൽ നല്ല വ്യൂ ഉണ്ട്. നമ്മുടെ നീലഗിരി ഹിൽസിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് കിട്ടും. അങ്ങനെ 1-2 ഹെയർ പിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല കയറ്റാണ്, നല്ല ഷാർപ്പായിട്ടുള്ള സ്ലോപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരത്തിൽ പല നോർമൽ ചുരങ്ങളിൽ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ചുരത്തിൽ കാണാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ സൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ബാരിക്കേഡിലൊക്കെ റോളേഴ്സ് കാണാൻ പറ്റും. കാരണം വണ്ടി ക്രാഷ് ചെയ്ത് താഴേക്ക് പോകാതെ റോൾ ചെയ്തിട്ട് റോഡിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ള പല റോഡിലും ഇതുപോലെയുള്ള സെറ്റപ്പ് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഞാൻ ആകെ ഈ ഒരു ഭാഗത്തെ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള സെറ്റപ്പ് നേരിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നല്ല സ്ലോപ്പുള്ള ഭാഗങ്ങളിലൊക്കെ
ഓപ്പോസിറ്റ് സൈഡിൽ മാത്രം, അതായത് ചുരം ഇറങ്ങി വരുന്ന ഭാഗത്ത് മാത്രം ഹമ്പുകളൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമ്മൾ റൈഡേഴ്സ് വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഒരു ഹമ്പ് നമ്മൾ അറിയാതെ വന്നു പോവും. അപ്പോൾ പിന്നെ അത് കയറില്ലാതെ വേറെ വഴിയില്ല. ഈ ഒരു റൂട്ടിൽ നല്ല വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഒന്നും ഇറങ്ങുന്നില്ല. എനിക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല. ഈ ഒരു ചുരത്തിൻ്റെ സ്ലോപ്പ് വളരെ ഷാർപ്പായിട്ടാണ് പല ഭാഗത്തും കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇറങ്ങി വരുന്നവർക്ക് പലർക്കും ബ്രേക്ക് കിട്ടാതെയും ബ്രേക്ക് ഫെയിലറൊക്കെ ആയിട്ടാണ് പലപ്പോഴും ഇവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാറ്. അപ്പോൾ ഈ ഒരു ചുരമൊക്കെ കയറുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഡെഫിനറ്റ്ലി അത്ര അടിപൊളിയായിട്ട് കോർണർ ചെയ്യാൻ പറ്റിയ ഒരു ചുരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടെ നല്ല പവർഫുൾ ബൈക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ അടിപൊളിയൊക്കെയായിട്ട് കോർണർ ചെയ്യാം. പിന്നെ പൊതുവെ വീതി കുറഞ്ഞ റോഡുകളായതുകൊണ്ട് കുറച്ച് സീനാണ്. എന്തായാലും നമ്മളെ കൂടെ ഒരു എഫ്സി ടീമിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അവരും നമ്മളെ കൂടെ പിടിക്കുന്നുണ്ട്. അവരും ഈ ഒരു മസിനഗുഡി വഴി ഊട്ടി റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു റൂട്ടിൽ നല്ല വ്യൂസ് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇനിയൊരുക്കെ വരുമ്പം എന്തായാലും നല്ല നല്ല വ്യൂ പോയിന്റ്സിലൊക്കെ നിർത്തിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടു വരുന്നുണ്ട്. ഇതൊരു റൈഡ് എക്സ്പീരിയൻസ് ട്രിപ്പ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ നിർത്താതെ പോകുന്നത്. മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തുമ്പോൾ ആ ഒരു റൈഡിൻ്റെ ഫ്ലോ പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനത്തെ ഈ ഒരു ചുരം കംപ്ലീറ്റ് നമ്മൾ കയറി ഇനി താഴേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് 1-2 ഹെയർ പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്ലൈമറ്റും അതുപോലെയുള്ള ഈ ഒരു മരങ്ങളൊക്കെ ആ ഒരു ഊട്ടി നേച്ചറിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു ഭാഗത്തും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ മാത്രമായിട്ട് ഹമ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഊട്ടിയുടെ ആ ഒരു തണുപ്പ് ക്ലൈമറ്റിൽ മാത്രം കാണുന്ന ടൈപ്പ് മരങ്ങളും പൂക്കളൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പയ്യെ ആ ഒരു ഊട്ടി നേച്ചറിലേക്ക് ഇങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ചുരം കഷ്ടപ്പെട്ട് കയറിയതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഹാർഡായിട്ടുള്ള റോഡുകളൊക്കെ ഓടിക്കുമ്പോൾ എപ്പോഴും ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു ചുരം കയറിയപ്പം മെയിനായിട്ട് നമ്മൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്തും ത്രോട്ടിലിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കൈ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫീലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്താണ്. ഇതുപോലുള്ള റൈഡുകളിൽ നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഒരു റൈഡിങ് എക്സ്പീരിയൻസസും നമ്മുടെ വണ്ടീൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. അതൊരു വേറെ തന്നെ ഫീലാണ്. ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ റൈഡ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും. ചില ഭാഗത്ത് നമ്മൾ ആ ഒരു സ്പീഡൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡ്രിനാലിൻ ഫീലും, കോണേഴ്സൊക്കെ എടുക്കുമ്പോൾ ചില ഭാഗത്ത് നമ്മൾ ഫുഡ് ബാഗൊക്കെ റോഡിൽ വരക്കാറൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതൊരു വേറെ തന്നെ ഫീലാണ്. ഇതൊരിക്കലും അഗ്രസീവായിട്ട് ആക്സിഡൻ്റൽ രീതിയിൽ ബൈക്ക് ഓടിക്കുന്നതാണ് ഫീല് നല്ലത് എന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. പ്രോപ്പറായിട്ട് സേഫായിട്ട് വണ്ടി ഓടിക്കുക. ഒരു ഡോഗ് ഉണ്ടല്ലോ, കഴുത്തിൽ ബെൽറ്റൊക്കെ കാണുന്നുണ്ട്. ആരെ വളർത്തുന്ന ഡോഗാണെന്ന് തോന്നുന്നത്. കാര്യമായിട്ട് നമ്മളിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുന്നവർ വല്ലവരൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ കയ്യിലൊരു ബിസ്ക്കറ്റ് പോലും ഇല്ല. രക്ഷ.
അങ്ങനെ നമ്മൾ ആ ഒരു ചുരം കംപ്ലീറ്റ് കയറി ഇറങ്ങി നമ്മളിപ്പം തലൈക്കുന്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ വീണ്ടും NH-181 എൻ്റർ ചെയ്യും. അതായത് ഊട്ടി മൈസൂർ നാഷണൽ ഹൈവേയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും. ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗൂഡല്ലൂരെത്തും, ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഊട്ടിയിലെത്തും. അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് പ്രകാരം നമുക്ക് പോകേണ്ടത് റൈറ്റാണ്. പക്ഷേ ഊട്ടി വരെ വന്നിട്ട് ഒരു ഡെസ്റ്റിനേഷനും പോവാതെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞതൊരു നല്ല ഇതല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ പോയിട്ട് തിരിച്ചു പോരാന്നുള്ള രീതിയിൽ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തു. ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു നമ്മുടെ ഊട്ടിയിലെ ഹയസ്റ്റ് വ്യൂ പോയിൻ്റാണ്. ദൊഡ്ഡബേട്ട പീക്ക് എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അധികം ആൾക്കാരും പോയിട്ടുണ്ടാവും. ഒരു സൂസൈഡ് പോയിൻ്റാണ്. പക്ഷേ ഇവിടുത്തെ ട്രാഫിക് ഒടുക്കത്തെ ട്രാഫിക്കാണ്. ഒരു രക്ഷയില്ല. ഒരു 1.5 മണിക്കൂർ ഈ ഒരു ട്രാഫിക്കിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു I-20 മിറർ നോക്കാതെ റിവേഴ്സ് എടുത്ത് ജസ്റ്റ് മിസ്സിൽ എൻ്റെ വണ്ടിയിൽ ഇടിച്ചില്ല. ജസ്റ്റ് ഞാൻ ഹോൺ അടിച്ചുകൊണ്ട് ഡ്രൈവർ ശ്രദ്ധിച്ചു. ഈ ഒരു ഫ്രസ്ട്രേഷനിൽ റിവേഴ്സ് എടുത്തതായിരിക്കും, ജസ്റ്റ് തിരിച്ചു പോകാൻ അതിന് വേണ്ടിയിട്ട്. ആ ഒരു ഫ്രസ്ട്രേഷനിൽ മിറർ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. ഞാൻ വിസിബിളായിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ ആയിരുന്നു. ചിലപ്പോൾ സെൻറ്റർ മിറർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്നും ഊട്ടിയിൽ അത്ര വലിയൊരു തിരക്കെന്ന് പറയാൻ മാത്രമുള്ള ആളുകളൊന്നും ആയിട്ടില്ല കേട്ടോ. ഇതിലേറെ റഷ് വരുന്ന സമയം ഊട്ടിയിലുണ്ട്. ഇതൊക്കെ ഏകദേശം നോർമൽ ട്രാഫിക്കാണ്. എന്തായാലും ഈ ഒരു ട്രാഫിക്കിൽ കാത്തു നിന്ന അവസാനം നമ്മൾ വ്യൂ പോയിന്റിലെത്തി കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്തിരുന്നു. ഈ ഒരു ട്രാഫിക്കിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ അവിടെ ഇരുന്ന് മാറ്റി അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളെ സർക്യൂട്ടിലേക്ക് തന്നെ കയറി. NH-181 തന്നെ കയറി. അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തലേക്കുന്തേന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ ഗൂഡല്ലൂർക്ക് പോകുന്ന ആ റൂട്ടാണ്. NH-181 ഊട്ടി മൈസൂർ ഹൈവേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു റൂട്ടും ഭയങ്കര അടിപൊളിയാണ്. നല്ല കേഴ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കോർണറിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ കേഴ്സാണ്. വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത കേഴ്സ് തന്നെയാണ്. പക്ഷേ ഈ ഒരു റൂട്ടിൻ്റെ മെയിൻ പ്രോബ്ലം ട്രാഫിക്കാണ്. നല്ല റഷ് ഉണ്ടാവും. ഒരുവിധം എല്ലാ സീസണിലും എല്ലാ ടൈമിലും ഈ ഒരു റൂട്ടിൽ നല്ല ട്രാഫിക് ഉണ്ടാവും. ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഈ ഒരു റൂട്ടിലുണ്ട്. 1, 2, 3 ലേക്കുകളും ഷൂട്ടിംഗ് പോയിൻറ്റ്സും വ്യൂ പോയിൻറ്റ്സും നമ്മുടെ ഹോഴ്സ് റൈഡിങ്ങും അതുപോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂട്ടിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഈ ഒരു റൂട്ട് ഇത്ര തിരക്ക്. പിന്നെ ഊട്ടി മൈസൂർ ഹൈവേ ആയതുകൊണ്ടുള്ള ഒരു തിരക്കുണ്ട്. നമ്മളെന്തായാലും ആസ് യൂഷ്വൽ എവിടെയും നിർത്തുന്നില്ല, ഡയറക്റ്റ് പോകുന്നതാണ്. ഇവിടുന്ന് ഗൂഡല്ലൂർക്ക് ഏകദേശം 43 കിലോമീറ്റർ ഉണ്ട്. Young Jack, all black, MZ, still screaming out that chain gang. Couple hits to the face. I know that I need time now, so I gotta call find my way. Why they wanna move like that? Why they wanna move like that? Why you want gone? Why you want act like that? Why you play hard? Girls, but ain't a gallus. So shit, but ain't a killer. I held a gun, but ain't a killer. Can I keep it any realer? I know we grew up a little too fast. I'm
miss the days that we chill and relax. Where did the time go? It all passed, now I need to go back. I had no worries but always had plans. Only thing I did was pick at the trash. Now it's much harder to laugh, hard to get up and then work on my craft. I need inspiration, don't need no validation. No more medication, just try some meditating. I don't need you to save me, feel like all of you hate me. Everything's been so hard with all the situations lately. I just need to numb the pain for a minute. I just wanna run away on vacation. I don't know what else to say now. I just need to numb the pain. Well, maybe I'm done, maybe I've lost. Still putting up a fight because I love my mom, I love my family. When I was young, they would all look after me. I don't know why, but I feel like a burden. I spent my life overthinking my purpose. Can't really cry, I'm so used to the hurting. Trauma keeps up at me at the wrong moment. Oh, I just wanna numb the pain for a minute. I just wanna run away on vacation. I don't know what else to say now. I just need to numb the pain. ഏകദേശം ഒരു ഹാഫ് വേയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു ബ്രേക്ക് എടുത്തു, ഒരു ചായ ഒക്കെ കുടിച്ച് ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ഒരു നല്ല വാലി വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്. അവിടെ ഒരു ചായപ്പിടി ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ചായ കുടിച്ചു. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടീ എസ്റ്റേറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫാൻസി എസ്റ്റേറ്റാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് വേറെ ടീ എസ്റ്റേറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ.
could change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. I wish that I could change what you wanted. Why are we always looking for more? 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 അങ്ങനെതാ നമ്മളിപ്പോൾ ഒരു യൂക്കാലിപ്സ് ട്രീ ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും വേറെ തന്നെ ഒരു ഫീലാണ്. എപ്പോഴും നമ്മൾ ഈ ഒരു സർക്യൂട്ട് എടുക്കുമ്പോൾ റിട്ടേൺ റൂട്ട് ഈ ഒരു വഴി എടുക്കാൻ ശ്രമിക്കണം. കാരണം സൺസെറ്റിൻ്റെ ടൈമിൽ, ഈവനിങ് ടൈമിൽ ഈ ഒരു യൂക്കാലിപ്സ് ട്രീസിൻ്റെ ഇടയിലൂടെ വരുന്ന ആ ഒരു സൺറൈസ് അത് വേറെ തന്നെ ഫീലാണ്. അത് നമുക്ക് ഈവനിങ് ടൈമിലെ ഈ ഒരു ഭാഗത്ത് സൂര്യൻ വരുള്ളൂ. അപ്പോൾ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ എപ്പോഴും ഈവനിങ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോ പേസിൽ റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലേസസ് ചൂസ് ചെയ്യുക. അതായത് ഫോറസ്റ്റ് റൂട്ട്, ഈ ഒരു ഹമ്പൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ സ്ലോ പേസിൽ പതിയെ ആ ഒരു ഫോറസ്റ്റൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു റൂട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സെലക്ട് ചെയ്യാം. തിരിച്ചു വരുമ്പോൾ എപ്പോഴും കുറച്ച് നല്ല രീതിയിൽ റൈഡിങ് എക്സ്പീരിയൻസ്, ആ ഒരു മോട്ടോർ സൈക്കിളിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂട്ട് ചൂസ് ചെയ്യാം. ഈ ഒരു റൂട്ട് അങ്ങനത്തെ ഒരു റൂട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത്രക്കും ട്രാഫിക് ഉള്ളതുകൊണ്ടാണ്. ട്രാഫിക് ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയ റൂട്ട് തന്നെയാണത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ റഷ് ഡ്രൈവിങ്ങിനെ പ്രൊമോട്ട് ചെയ്യല്ല, നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് റൈഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എപ്പോഴും നമ്മൾ മോട്ടോർ സൈക്കിൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ കണക്ഷൻ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ പൊതുവേ നമ്മളൊരു രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്താൽ ഈവനിങ് ഒക്കെ ആവും. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മോട്ടോർ സൈക്കിളിനായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ ഒരു ഗിയറിൻ്റെ പാറ്റേണും ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ടൈമിങ്ങും ആ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ വന്നിട്ടുണ്ടാവും. ആ ഒരു മസിൽ മെമ്മറിനെ കംപ്ലീറ്റ് നമ്മൾ റീകോൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇതേപോലെ റൈഡ് എക്സ്പീരിയൻസിന് പോകുമ്പോൾ ആഫ്റ്റർനൂണ് നമ്മൾ ആ ഒരു പ്രോപ്പർ മോട്ടോർ സൈക്കിൾ റൈഡിങ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂട്ടുകൾ ചൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ റിട്ടേൺ ഈ ഒരു ഈവനിങ് ടൈം ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ നമ്മളിതാ വീണ്ടും ഒരു ടീ എസ്റ്റേറ്റിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വേറെ ടൈപ്പ് ടീ എസ്റ്റേറ്റാണ്. അങ്ങനെ ഈ ഒരു സ്ട്രെച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗൂഡല്ലൂരെത്തും. ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ നാടുകാണി ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് റിട്ടേൺ. ഈ ഒരു റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ്. മസിനഗുഡി വഴി വീട്ടിൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൂട്ടിൽ റൈഡ് ചെയ്യുന്നത്. ഇതൊരു വേറെ തന്നെ ഫീലാണ്. ഈ ഒരു സർക്യൂട്ട് ഭയങ്കര അടിപൊളിയാണ്. മോട്ടോർ സൈക്കിൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഇനിയും റൈഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് വരുന്നത് ഗൂഡല്ലൂർ, മുതുമല ടൈഗർ റിസർവ്, തെപ്പക്കാട്, മസിനഗുഡി, കല്ലട്ടിഘട്ട്, തലൈക്കൊണ്ട, അവിടുന്ന് നടുവട്ടം, വീണ്ടും ഗൂഡല്ലൂർ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റോഡ് സർക്യൂട്ട് വരുന്നത്. ഇതിൽ തലൈക്കുന്ത മുതൽ തെപ്പക്കാട് വരെ നമ്മുടെ നാഷണൽ ഹൈവേ 181 ആണ്. ഏകദേശം 60 കിലോമീറ്റർ സ്ട്രെച്ച് വരുന്നുണ്ട് ഈ ഒരു റൂട്ട്, ഇത്രയും ഏരിയ. പിന്നെ തെപ്പക്കാട് മുതൽ തലൈക്കുന്ത വരെ തമിഴ്നാട് മേജർ ഡിസ്ട്രിക്ട് റോഡാണ്. ഏകദേശം 29.2 കിലോമീറ്റർ വരുന്നു. തെപ്പക്കാട് മുതൽ തലൈക്കുന്ത വരെയുള്ള ഒരു സ്ട്രെച്ച് മേജർ ഡിസ്ട്രിക്ട് റോഡ് 700 ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു റോഡ് സർക്യൂട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റോഡ് സർക്യൂട്ട് വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഒരു പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും ഫസ്റ്റ് വീഡിയോ. ഇതിൻ്റെ കൂടെ തന്നെ വേറെ വീഡിയോസ് ഇനി വരുന്നതാണ്. ഈ ഒരു റൂട്ടിലെ പല ഭാഗത്തെയും കംപ്ലീറ്റ് സ്ട്രെച്ച് വീഡിയോസ് ഞാൻ എൻ്റെ സെക്കൻഡറി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റാങ്കോറസ് എന്ന് മാത്രമുള്ളൊരു ചാനലുണ്ട്. റോഡ് എക്സ്പ്ലോറിംഗ് തീമിലുള്ള ഒരു ചാനലാണ്. അതിൽ വ്ളോഗ്സും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് റോഡുകൾ, അതുപോലെ തന്നെ ഞാൻ റൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ചെറിയൊരു റൈഡിങ് പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിലുള്ള ചാനലാണ്. അപ്പം ഈ ഒരു റൂട്ട് കംപ്ലീറ്റ് കാണേണ്ടവർക്ക്, ഈ ഒരു ഫോറസ്റ്റ് റൂട്ടുകളൊക്കെ കംപ്ലീറ്റ് കാണേണ്ടവർക്കും, അതുപോലെ 360 വീഡിയോസൊക്കെ എൻജോയ് ചെയ്യേണ്ടവർക്ക് ആ ഒരു ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാമെങ്കിൽ ഐ ബട്ടണിലും കൊടുക്കാം. അത് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ ഫ്രാങ്കോ സൈനിങ് ഔട്ട്. ബൈ. ആൾക്കാരൊക്കെ തല വരെ